ഇത് നാടിൻ്റെ ഐക്യത്തിന് നേരെ കമ്മ്യൂണൽ പോയ്സൺ നിറച്ചൊരു ബോംബാണ് ഈ വ്യാജ നിർമ്മിതിയിലൂടെ CPM എറിയാൻ ശ്രമിച്ചത്. അത് പൊതുസമൂഹം ഡിറ്റക്റ്റ് ചെയ്തു. ബോംബ് സ്ക്വാഡായി, ഈ വർഗീയ പോയ്സണിൻ്റെ ബോംബ് സ്ക്വാഡായി വടകരയിലെ പൊതുജനങ്ങൾ മാറി, കേരളത്തിലെ പൊതുജനങ്ങൾ മാറി. അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ ഡിഫ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. മാഷാ അല്ലാ സ്റ്റിക്കർ വടകരയിലെയും കേരളത്തിലെയും ജനങ്ങൾ മറന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ TPയെ കൊല്ലാൻ കൊണ്ടുപോയ വാഹനത്തിൽ എന്തിനാണ് മാഷാ അല്ലാ എന്നൊരു സ്റ്റിക്കർ ബോധപൂർവം അതിനു വേണ്ടി ഒട്ടിക്കാൻ CPMൻ്റെ ഗുണ്ടകൾ തീരുമാനിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഫസലിനെ കൊന്നതിൻ്റെ ശേഷമുള്ള തുവാല എന്തിന് അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് എറിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉത്തരവുണ്ടോ? അവർ തന്നെ ഉണ്ടാക്കിയ ഒരു കാഫിർ സ്ക്രീൻഷോട്ട്, അതിൻ്റെ ഉത്തരവാദിത്വം UDFൻ്റെ തലയിൽ കെട്ടിവെച്ച് തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ അജണ്ടയായി അത് മാറ്റാൻ സ്ഥാനാർത്ഥിയും നേതാക്കന്മാരും വരിവരിയായി നിന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും അതിനെ പിൻപറ്റി അതിനെ പിന്തുടർന്ന് ഒരു തരത്തിലുള്ള ചേരിതിരിവുണ്ടാക്കാൻ അവർ നടത്തിയ ശ്രമങ്ങൾക്ക് വല്ല ന്യായീകരണമുണ്ടോ? ഇപ്പോൾ എല്ലാം ഒടുവിൽ പേരാമ്പ്രയിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അത്തരത്തിൽ നടത്തിയൊരു ശ്രമങ്ങളെ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നതല്ലേ? അപ്പോൾ കേരളത്തിന് ആവർത്തിച്ച് പറയുന്നു, കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ ഒരു പൊളിറ്റിക്കൽ പോയ്സൺ ആവാൻ ഇവരുടെ നേതാക്കന്മാരിൽ ചിലർ തയ്യാറാവരുതായിരുന്നു. അത്തരം ശ്രമങ്ങളെ മുളയിലെ നുള്ളിക്കളയുന്നതിന് പകരം അത് പരമാവധി ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനും നാടിൻ്റെ ഐക്യത്തെ തകർക്കാനുമാണ് ശ്രമിച്ചത്. അതിന് ഒരു കാരണവശാലും ഇവിടുത്തെ വടകരയിലെ ജനങ്ങൾ അതിന് നിന്നുകൊടുത്തില്ല എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത. അതിന് വലിയ ആദരവ് അതിനോടുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് നാടിൻ്റെ ഐക്യത്തിന് നേരെ കമ്മ്യൂണൽ പോയ്സൺ നിറച്ചൊരു ബോംബാണ് ഈ വ്യാജ നിർമ്മിതിയിലൂടെ CPM എറിയാൻ ശ്രമിച്ചത്. അത് പൊതുസമൂഹം ഡിറ്റക്റ്റ് ചെയ്തു. ബോംബ് സ്ക്വാഡായി, ഈ വർഗീയ പോയ്സണിൻ്റെ ബോംബ് സ്ക്വാഡായി വടകരയിലെ പൊതുജനങ്ങൾ മാറി, കേരളത്തിലെ പൊതുജനങ്ങൾ മാറി. അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ ഡിഫ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഇനി അതിൻ്റെ നിർമ്മാതാക്കളിലേക്ക് എത്തണം. അത് അന്വേഷണ സംഘത്തിൻ്റെ ഉത്തരവാദിത്തമാണ്.